നമസ്കാരം. स्पिरिचुअल एनाटमी सेशनिലേക്ക് വീണ്ടും സ്വാഗതം. स्पिरिचुअल एनाटमी सेशन में आपका स्वागत है. നമ്മൾ ആറാമത്തെ ചക്രത്തിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആറാമത്തെ ചക്രം ആജ്ഞാ ചക്രത്തിൻ്റെ യാത്ര പ്രാക്ടിക്കലായിട്ടൊരു സെഷൻ നടത്താം. അപ്പോൾ ആജ്ഞാചക്രം എന്ന് പറയുന്നത് രണ്ട് പുരികങ്ങളുടെ നടുവിലാണ് നമുക്കറിയാം. ये जो आज्ञा चक्र है दोनों ഐബ്രോസ് के സെൻറ്റർ में है. അപ്പോൾ ആജ്ഞാ ചക്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ പിണ്ഡ് പ്രദേശ്, അതായത് ഹാർട്ട് റീജിയനിൽ നിന്ന് മൈൻഡ് റീജിയനിലേക്ക് ബ്രഹ്മാണ്ഡ മണ്ഡലിലേക്കുള്ള ട്രാൻസിറ്റ് പോയിൻ്റാണ് ആജ്ഞാചക്രം. आज्ञाचक्र पिंड प्रदेश यानी हृदय मंडल से ब्रह्मांड मंडल की तरफ की यात्रा का वो डोर है, ट्रांसिट पॉइंट ആണ്. ആജ്ഞാചക്രത്തിനാണ് മുകളിൽ നിന്നുള്ള പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെൻറ്റർ. आज्ञाचक्र से जो शक्तियाँ आती है ऊपर से, जो सोर्स से शक्तियाँ आती है वो पिंड प्रदेश तक फैल जाती है. അവിടെയാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കാൻ അർജുനോട് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണ अर्जुन से आज्ञाचक्र में ध्यान करने को बोलते हैं भगवद्गीता में. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കാലത്ത് യുദ്ധമായിരുന്നു, അന്ന് പവറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. क्योंकि उस टाइम में युद्ध की ज़रूरत थी, तभी इस आज्ञाचक्र में ध्यान की ज़रूरत थी. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടതാണ് ആവശ്യമെന്ന് ദാജി എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ഇപ്പോൾ യുദ്ധമില്ല. अभी हमारे स्पिरिचुअल प्रोग्रेस के लिए हम हृदय में ध्यान करते हैं, आज्ञाचक्र में हम नहीं ध्यान करते. फिर आज्ञाचक्र का यही इम्पोर्टेंस है, ഈ ട്രാൻസിറ്റ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആജ്ഞാചക്രത്തിൽ നമ്മൾ നിൽക്കില്ല. സഹജമാർഗത്തിൻ്റെ യാത്രയിൽ ഫിഫ്ത്ത് പോയിൻറ്റിലും സിക്സ്ത് പോയിൻറ്റിലും നമ്മൾ നിൽക്കുന്നില്ല. आज्ञाचक्र और फिफ्थ पॉइंट और सिक्स्थ पॉइंट में हम टिकते नहीं हैं. മാസ്റ്റർ നമുക്ക് ഡയറക്റ്റ്ലി ഫോർത്ത് പോയിൻ്റ് से സെവൻത്ത് പോയിൻ്റ് തക്ക് ലേ ജാത്തെ. മാസ്റ്റർ നമ്മളെ നേരെ ഫോർത്ത് പോയിൻ്റിൽ നിന്ന് സെവൻത്ത് പോയിൻറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയമണ്ഡലത്തിലെ യാത്ര നല്ല ജ്ഞാനത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. अगर हमको डायरेक्टली इधर जाना है, सेवन्थ पॉइंट में जाना है, तो हमारे जो हृदय मंडल की यात्रा अच्छे तरह पूरे ज्ञान से हमको कंप्लीट करना चाहिए. रेगुलर साधना ചെയ്യുക, റെഗുലർ ശുദ്ധീകരണം നടത്തുക, റെഗുലർ സിറ്റിങ്സ് എടുക്കുക, സത്സംഗങ്ങൾ പങ്കെടുക്കുക. പിന്നെ അതുമാത്രമല്ല, നമ്മളുടെ ജാഗ്രത അവസ്ഥയിൽ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അത് സാധനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. हमारा रेगुलर साधना, मेडिटेशन, क्लीनिंग, प्रेयर, सत्संग और उसके सब ऊपर हमारे कैरेक्टर में जो ट्रांसफॉर्मेशन हम लाते हैं वही हमारे मेडिटेशन को पूरा करता है. നമ്മുടെ ഉള്ളിലുള്ള മെഡിറ്റേറ്റീവ് കണ്ടീഷനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതായി മാറുന്നത്. जब हम वो अपने कैरेक्टर में डेमोൺസ്ട്രേറ്റ് करते हैं तभी वो हमारा हो जाता है. അപ്പോൾ നമ്മൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ആണ് ഞാൻ പ്രധാനമായിട്ടുള്ളത്. वही कैरेक्टर ट्रांसफॉर्मेशन हमारा ही रिस्पॉन्सिबिलिटी है, वो मास्टर नहीं कर सकते. അത് മാസ്റ്റർക്ക് ചെയ്യാൻ പറ്റില്ല, ഈശ്വരന് ചെയ്യാൻ പറ്റില്ല. സ്വഭാവ രൂപീകരണം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഭാഗധേയം നിശ്ചയിക്കുന്നത് നമ്മളാണ്. हमारा जो डेस्टिनी है वो हम ही पूरा करते हैं. भगवान हमको अवसर देते हैं, മാസ്റ്റർ നമുക്ക് അവസരം देते, മാസ്റ്റർ നമുക്ക് പ്രാണാഹുതി देते, മാസ്റ്റർ നമുക്ക് അവസരം തരുന്നു, അനുഗ്രഹം തരുന്നു, പ്രാണാഹുതി തരുന്നു, നമ്മളെ കൈ പിടിച്ച് തരാൻ കൈയിട്ട് തരുന്നു. പക്ഷേ ആദ്യത്തെ ചുവട് വെക്കേണ്ടത് നമ്മളാണ്. वो कैरेक्टर ट्रांसफॉर्मेशन का पहला स्टेप हमको ही लेना चाहिए, हमारा ही उत्तरदायित्व है. അപ്പോൾ അതിൽ ഹൃദയമണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇവിടെ നമ്മൾ പല പല സ്റ്റേജസിൽ പല പല ചക്രങ്ങളിലായിരുന്നു നമ്മൾ നിന്നിരുന്നത് അറ്റാച്ച്മെൻറ്റ് കാരണം. हमारे पिंड प्रदेश में हम जब थे, हम बहुत चक्रों में हम फंस गए हैं. അറ്റാച്ച്മെൻറ്റ് കാരണം ഓരോരോ ചക്രങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഭൂമി ചക്രം, വായു ചക്രം, ജലചക്രം, അഗ്നിചക്രം, ഇങ്ങനെ ഓരോ ചക്രങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്രയിൽ നമ്മളതിൽ അറ്റാച്ച്ഡ് ആവാതെ ശരിക്കുള്ള സ്നേഹത്തിൽ ഉയരണം. जब हम वापस हमारे सच्चा स्वभाव, जो हमारा सच्चा स्वभाव मास्टर का स्वभाव है, നമ്മുടെ ശരിക്കുള്ള സ്വഭാവം മാസ്റ്ററുടെ സ്വഭാവമാണ്, അതാണ് നമ്മുടെ ഫൈനൽ വേർഷൻ. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ്സൊക്കെ മാറി 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 ശരിയായിട്ടുള്ള നോളജ് നമ്മുടെ ഉള്ളിൽ വരണം. അറ്റാച്ച്മെൻറ്റും നോളജും ശരിക്കും ഓപ്പോസിറ്റാണ്. अटैचमेंट जब होते हैं, हमारा अटैचमेंट किसी हमें संबंध ऐसा अटैचमेंट रहता है, उसका मतलब है
वो मेरा नहीं हुआ, मैं नहीं हो गया. നമുക്കൊരു സാധനത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് തോന്നി, മമത ഉണ്ടെന്ന് എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അത് പോയാൽ പേടിയാണ്, നഷ്ടപ്പെട്ടാൽ പേടിയാണ്. हमारे अंदर एक भाई है, ये चला गया तो मैं निकल जाऊँगा, मैं मर जाऊँगा. അപ്പോൾ അത് മാറിയിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും അത്. മേഹു ये जो भूमि एलिमेंट, मैं हूँ ये अग्नि एलिमेंट, मैं ही हूँ वायु एलिमेंट, मैं ही हूँ पानी जल एलिमेंट. നമ്മൾ അങ്ങനെ തിരിച്ചറിയണം. ഞാൻ തന്നെയാണ് ഈ ഭൂമിയും വെള്ളവും ആകാശവും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് AEIOU എന്ന് പറയുന്നത്. ഇസിലിയെ പോലത്തെ AEIOU യൂണിയൻ ഹോനാ ചെയ്യും. അപ്പോൾ ഈ പേഴ്സണാലിറ്റീസ് ഓരോരോ ഘട്ടത്തിലും കുടുങ്ങിക്കിടക്കുന്ന ഹൃദയമണ്ഡലത്തിൽ കിടക്കുന്ന പേഴ്സണാലിറ്റീസ്, നമുക്ക് ഹൃദയമണ്ഡലത്തിൽ പറയാം ഇവിടെ ഒരു ഞാനുണ്ട്, ഇവിടെ ഒരു ഞാനുണ്ട്, ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് എന്ന് ചാരുജി മഹാരാജ് പറഞ്ഞു. हमारे हृदय मंडल में जब थे हम बहुत अहम में खुद ऐसे फंस गए हैं. मैं मेरा शरीर हूँ, मैं मेरा घर हूँ, मैं मेरा पोजिशन हूँ, ऐसे बहुत അറ്റാച്ച്മെൻറ്റ്സ് है. അപ്പോൾ ഈ പേഴ്സണാലിറ്റീസിനെ എല്ലാം സംഗ്രഹിച്ചിട്ട് ഇത് ഒന്നായി തീരുമ്പോഴാണ് നമ്മൾ പിണ്ടപ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. जब हम ये सारे पर्सनालिटीज़ को एक ही करते हैं, യൂണിഫൈ करते हैं और बोलते हैं कि मैं ही ये യൂണിവേഴ്സ് हूँ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ പിണ്ടപ്രദേശം തരണം ചെയ്യാൻ തയ്യാറായി. और ये कब होता है? जब मेरे अंदर इतना प्रेम पैदा होता है. നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതിന് അത്രയും നമുക്ക് സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുവും ഞാനാണ് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യത്യസ്തത ഇല്ലാണ്ടായി മാറുന്നു. जब हमको पता चला हमारे अंदर वो ज्ञान होता है कि प्रपंच दुनिया में യൂണിവേഴ്സ് में सब कुछ मैं ही हूँ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാനാണ് ഹിമാലയം, ഞാനാണ് ചന്ദ്രൻ, ഞാനാണ് സൂര്യൻ, ഞാനാണ് ബൃഹസ്പതി, ഞാനാണ് പാമ്പ്, എല്ലാം ഞാനാണ്. भगवान श्रीकृष्ण भगवद्गीता में बोलते विभूति योग कहते हैं उसको, मैं ही हूँ ये सब. उसका मतलब है मैं यही सब हूँ. അത് തിരിച്ചറിയുമ്പോൾ കിട്ടുന്നത് നമുക്ക് സ്നേഹം വേണം, അത്ര പ്രേമം. അതുകൊണ്ടാണ് ചാരുജി മഹാരാജ് പറഞ്ഞു, ഒരു പാമ്പിൻ്റെ ജീവിതം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പാമ്പായി മാറണം എന്നാണ്. हमको एक सांप का जीवन पता चलने के सांप बनना चाहिए, ये बच्चे का जीवन पता स्वभाव पता चलने के बच्चा बनना चाहिए. നമ്മൾ അതുപോലെ ആയി മാറുമ്പോഴേ നമുക്ക് നോളജ് വരുള്ളൂ. അതാണ് യൂണിയൻ, അതാണ് സായുജ്യത. അങ്ങനെ സായുജ്യത വന്ന് നമ്മൾ ഒരു വിധത്തിലുള്ള വ്യത്യസ്തത ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ പിണ്ടപ്രദേശം താണ്ടുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫൈനൽ വേർഷൻ എവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്, ഈ ഞാൻ എവിടെ നിന്നാണ് വന്നത്, ആരാണ് എൻ്റെ ഉദ്ഭവസ്ഥാനം, അതിലേക്ക് ഉള്ള യാത്രയാണ്. പിന്നെ जब मैं ऐसा यूनिफाइड पर्सनालिटी बनता हूँ तब मेरा यात्रा मैं कहाँ से इधर आ गया, ഞാൻ ഡിസെൻഡ് ചെയ്ത് എവിടെ നിന്നാണ്, തബി മേ ഊപ്പർ ദേഖ്താ ഹൂം. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് നോക്കുന്നത്. ഈ ഞാൻ ഉദ്ഭവിച്ച സ്ഥലം, അതാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഉസ്കോ ഹി ബോൾത്തെ മാസ്റ്റർ, ഉസ്കോ ഹി ബോൾത്തെ ഭഗവാൻ. അപ്പോൾ പിണ്ടപ്രദേശ് കടക്കുമ്പോൾ ഞാനും ഭഗവാനും, ഐ ആൻഡ് ധൗ എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാനും ഈശ്വരനും, മേ ഔർ ഭഗവാൻ, മേ ഔർ മാസ്റ്റർ, ഭക്തനും ഭഗവാനും, ഈ ഡിഫറൻസിയേഷൻ മാത്രമേ പിണ്ടപ്രദേശത്തിൽ വരുള്ളൂ. അപ്പോൾ അത് തയ്യാറാകുമ്പോൾ നമ്മൾ നേരെ കിടക്കുന്നത് 6th പോയിൻ്റ് കടന്ന് 7th പോയിൻ്റ് ബ്രഹ്മാണ്ഡ മണ്ഡൽ എന്ന് പറയും. ബ്രഹ്മാണ്ഡ മണ്ഡലിൽ കോസ്മിക് റീജിയൻ എത്തുമ്പോൾ ഞാൻ ഈ ബ്രഹ്മനാണ് എന്നുള്ളത് തോന്നൽ വരെ നമ്മൾ, ഞാനും യൂണിവേഴ്സും വ്യത്യസ്തമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ब्रह्मांड मंडल में यूनिवर्स, ये जो यूनिवर्स में रहता हूँ मैं ही हूँ. उसके बाद परब्रह्मांड मंडल आता है, जो ब्रह्मांडों का संग्रह, बहुत यूनिवर्सों का संग्रह होता है, वो मैं हूँ. परब्रह्मांड मंडल ആകുമ്പോൾ അടുത്ത ലെവൽ 8th പോയിൻ്റ്. അപ്പോൾ 7th പോയിന്റിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവും എന്താണ് ക്വാളിറ്റി വേണ്ടത്. ത്യാഗമനോഭാവം, ഹ്യൂമിലിറ്റി, ജനറോസിറ്റി, സഹിഷ്ണുത, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റീസായി മാറിക്കഴിഞ്ഞിട്ടോ, करेज, इതൊക്കെ നമ്മുടെ ക്വാളിറ്റീസായി മാറിക്കഴിഞ്ഞിട്ടോ. जब हम ब्रह्मांड मंडल में प्रवेश करते हैं तो हमारे क्वालिटीज़ में सबसे पहला ह्यूमिलिटी आता है, विनय आता है. उसके बाद आता है जनरोसिटी, कंपैशन, क्योंकि मैं ही हूँ ये दुनिया. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാഷനോടെ നോക്കാൻ പറ്റില്ല, വേറെ ഒന്നുമല്ല ഞാൻ. അപ്പോൾ എനിക്ക് എല്ലാത്തിനോടും അനുകമ്പ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. നേരെ മറിച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഞാൻ എന്തായി തീരണം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക. मैं जब मेरे दुनिया से नीचे देखता हूँ मुझे कंपैशन आता है, करुणा आता है, सहिष्णुता होती है. पर मैं जब ऊपर होता हूँ मेरे भगवान की तरफ देखता हूँ तब मेरे अंदर क्या क्वालिटी है ना, ह्यूमिलिटी आना चाहिए, विनय आना चाहिए. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. ക്യോंकि मुझे ये सब आप ही देते हैं, ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നു, താങ്ക്ഫുൾനെസ് वो आता है. फिर क्या आता है, जनरोसिटी आता है. जो भगवान का स्वभाव मुझे भी आना चाहिए, वो भी मैं नोबिलिटी मैं भी दिखाऊँगा.
പ്രാർത്ഥനാഭാവം വരുന്നു, ഏറ്റവും ഉപരി പ്രയർഫുൾ സ്റ്റേറ്റ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് വരണം എന്നുള്ള ബോധം വരുന്നു. हमारे अंदर प्रार्थना का स्वभाव आता है कि मैं जो कुछ करता हूँ ऊपर से ही आना चाहिए. मैं अगर नीचे देख के मैं फंस गया तो ऊपर से शक्ति कम हो जाएगी. അപ്പം ഞാനവിടെ മാറി നിന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് പ്രാർത്ഥനാഭാവം. അപ്പോൾ ഇതൊക്കെ ഈ ക്വാളിറ്റീസ് നമ്മുടെ ഭാഗമായിട്ട് മാറണം. അതുമാതിരി അസാമാന്യമായിട്ട് കറേജ്, ധൈര്യം, മരണഭയം പോകുന്നു. ഓ ധൈര്യ आता है कि मैं नहीं मरूंगा, मैं कभी ये अस्तित्व से नहीं जाऊँगा. ഞാൻ എന്നുള്ള ഈ അഹംഭാവം ഇല്ലാതെ ആവില്ല എന്നുള്ള ബോധം വരും. ഞാൻ അമരനാണെന്നുള്ളത്, അത് കറേജ്. കാരണം എന്നിലൂടെ പ്രവഹിക്കുന്നത് ആ പൂർണ്ണതയാണ്. അപ്പോൾ ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ, അസാമാന്യ ധൈര്യം നമുക്കുണ്ടാവുന്നു. അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ആയിട്ട് മാറുന്നു. അപ്പോൾ രണ്ടും ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും, ഹ്യൂമിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നു. ആ സ്റ്റേജിൽ ബ്രഹ്മാണ്ഡ മണ്ഡലിൽ നമ്മൾ പെട്ടെന്ന് കുടുങ്ങിപ്പോയിട്ട് ഞാനാണ് ഈ ബ്രഹ്മൻ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മുകളിലേക്കുള്ള ആ ദൃഷ്ടി നിർത്തിയാലോ. मैं अगर ऊपर नहीं देखता हूँ, मेरे अंदर विनय चला गया तो मैं नीचे गिरूँगा. അപ്പോൾ മുകളിലേക്കുള്ള നോട്ടം എപ്പോഴും വേണം. നമുക്ക് രണ്ട് ഭാഗമുണ്ട്. മുകളിലേക്ക് നമ്മൾ എപ്പോഴും നോക്കണം, താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. താഴേക്ക് നോക്കുമ്പോൾ കമ്പാഷൻ. നമ്മൾ ഒഴുകുന്ന മാധ്യമങ്ങളായിട്ട് മാറിക്കൊണ്ട്, എന്നാലേ നമ്മൾ ഇങ്ങനെ ഉയർന്നു പോകും. മേരെ അന്തർ ഈഗോക്ക ചെറിയൊരു പൊടിയും കൂടി, ഡസ്റ്റ് ബി നെയ് ഹോനാ ചാഹിയെ. അപ്പോൾ ഈ യാത്രയിൽ നമ്മളിപ്പോൾ 6th പോയിൻ്റ്, ട്രാൻസിറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്, പവറിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അസാമാന്യമായിട്ടുള്ള പവേഴ്സ് വരും, ശക്തികൾ വരും, സിദ്ധികൾ വരും. जब हम आज्ञा चक्र में आते हैं, हमारा इतना पावर आता है कि मैं कुछ सोचता हूँ वो हो सकेगा. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ അത് സംഭവിക്കാൻ തുടങ്ങും. നമ്മൾ അഭ്യാസം എന്നുള്ള രീതിയിൽ അതൊരു അനുഭവം ഉണ്ടാവും. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അത് നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ അത് സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ശക്തിയാണത്. जब ऐसे सोचते कि ये होना है, മനസ്സിൽ വരുമ്പോഴേക്കും അത് നടക്കാൻ തുടങ്ങും നല്ല കാര്യങ്ങൾ. तब हमारे अंदर अहंकार हो सकता है. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളെപ്പോഴും നിരന്തര സ്മരണയിലിരിക്കണം, പ്രാർത്ഥനയിലിരിക്കണം. अगर हमको ये ईगो नहीं डेवलप होना चाहिए, हमको सतत स्मरण में रहना चाहिए, सभी समय മാസ്റ്റർ की സ്മരണ में रहना चाहिए, नहीं तो वो फंस जाएगा. അതാണ് ഓരോ സ്റ്റേജിലും അഹം ബ്രഹ്മാസ്മി എന്നുള്ളൊരു ഘട്ടമുണ്ട് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. एक एक स्टेज में हमको ये फील हो कि मैं बन गया, अभी ऊपर नहीं जाना है. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്മരണയിലുണ്ടാവണം, നിരന്തര സ്മരണയിലുണ്ടാവണം. നമ്മുടെ ഉള്ളിലെ ഭാവം പ്രാർത്ഥനയാവണം. എങ്ങനെയാണ് ഇങ്ങനൊരു വീഴ്ച ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാം ചെയ്യുന്നത് മാസ്റ്ററാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് എന്തൊക്കെ വന്നാലും ചാരുജി മഹാരാജിനോട് ഒരു അഭ്യാസി ചോദിച്ചു, എന്താണ് നമ്മൾ വിസ്മരിക്കാതെ ഇരിക്കേണ്ടതെന്ന്. ചാരുജി മഹാരാജ് से अभ्यासी ने पूछा, हमारी यात्रा में कभी भी भूलने जैसा मैं कैसा क्या चीज़ है, मैं कभी नहीं भूल सकता, ऐसा क्या चीज़ है. तो चारुजी महाराज ने बोला, मास्टर का हाथ कभी नहीं छोड़ने का. ചാരുജി മഹാരാജ് പറഞ്ഞത് മാസ്റ്ററുടെ കൈകൾ ഒരിക്കലും വിടരുതെന്ന്. അപ്പോൾ ചാരുജി മഹാരാജ് പറഞ്ഞത്, ഒരു ഉത്സവപ്പറമ്പിൽ, പണ്ടത്തെ കുംഭമേള പോലെ ഉത്സവപ്പറമ്പിൽ കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുട്ടി ബലൂണിൻ്റെ കട കാണുന്നു, അല്ല വേറെ മെറിഗോ റൗണ്ട് കാണുന്നു, അങ്ങോട്ട് ഓടിപ്പോവുകയാണെങ്കിലോ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ കൈ വിട്ടാൽ പിന്നെ തിരിച്ച് കണ്ടില്ല. അങ്ങനെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. कैसे कुंभ मेला जैसे बहुत बड़े मेले में बच्चा पिताजी का हाथ पकड़ के चलता है, अगर हाथ छूट जाता है, बच्चा वो जो खिलौना देखता है, मेरीगो राउंड देखता है, पार्क देखता है, दौड़ जाता है, तो कभी मिल भी नहीं सकता, छूट जाएगा. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാണുകയാണെങ്കിലും അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പോകണം. मैं कुछ भी होता है, मैं मास्टर का हाथ पकड़ के ही जाना चाहिए. सभी समय कहाँ हम जाते हैं मास्टर, वही मेरी दृष्टि में होना चाहिए. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒബീഡിയൻസ്, അതാണ് ഒബീഡിയൻസ് ആണ്, അനുസരണ. ഇത്ര ഇമ്പോർട്ടൻറ്റ് അനുസരണ, ഒബീഡിയൻസ് ആണ് ഇത്രയും ഇമ്പോർട്ടൻ്റായി മാറുന്നത് നമ്മൾ ഈ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫൈനൽ വേർഷൻ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6th പോയിൻറ്റിൻ്റെ സ്വഭാവം ഫസ്റ്റ് പോയിൻ്റ് പോലെ തന്നെയാണ്. ആജ്ഞാചക്ര का जो एलिमेंट्स है वो ഫസ്റ്റ് പോയിൻ്റ് ജൈസായി, പക്ഷേ കുറച്ചും കൂടിയും റെയറിഫൈഡ് ആണ്, കുറച്ചും കൂടിയും അതിന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് 6th പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ എലിമെൻറ്റ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിൻ്റ് സെൻറ്ററിൽ വരുന്നത് എർത്ത് എലിമെൻറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് 6th പോയിൻ്റെയും സെൻറ്ററിൽ വരുന്നത് എർത്ത് എലിമെൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് 12 o'clock പൊസിഷനിൽ വരുന്നത് ആത്മ, ഈതർ എലിമെൻറ്റ്. ഫസ്റ്റ് പോയിൻറ്റിൻ്റെ 3 o'clock പൊസിഷനിൽ വരുന്നത് ഫയർ എലിമെൻറ്റ്. 6 o'clock പൊസിഷനിൽ വാട്ടർ എലിമെൻറ്റ്. 9 o'clock പൊസിഷനിൽ എയർ എലിമെൻറ്റ്. അത് തന്നെയാണ് 6th പോയിൻ്റ് വരുന്നത്. യഹി 6th പോയിൻ്റ് में भी होता है.
അപ്പോൾ നമ്മൾ 6th पॉइंट डायरेक्ट मेडिटेट ചെയ്യില്ല. हम मनोमंडल में कोई भी पॉइंट में डायरेक्ट मेडिटेट नहीं करेंगे. हमारा मेडिटेशन हार्ट में ही होगा. നമ്മൾ ഹൃദയത്തിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്യും. നമ്മുടെ അറ്റൻഷൻ മൈൻഡ് റീജിയനിലേക്ക് വേണം. നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധ മൈൻഡ് റീജിയനിലേക്ക് വേണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ, ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുകയാണ്. अगर मैं अस्पताल में काम करता हूँ, ये काम या क्या मैं हॉस्पिटल के भलाई के लिए कर रहा हूँ, അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ അറ്റൻഷൻ നമ്മുടെ ഉള്ളിൽ, ഞാൻ ഇവിടെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ അറ്റൻഷൻ ഞാൻ മനോമണ്ഡലത്തിൽ എൻ്റെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഉയർച്ചയിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സ് എവിടെയാണോ അവിടെയാണ് നമ്മുടെ യാത്ര സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 6th പോയിൻ്റ് യാത്രയെക്കുറിച്ചിട്ടൊരു സെഷൻ നടത്താം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. आँख बंद करके शांत होके बैठिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित स्रोत से उद्भव होती हुई दिव्य प्रकाश में ध्यान प्रारंभ कीजिए. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. अगर मन में चिंताएं आती है उनको इग्नोर कीजिए और वो दिव्य प्रकाश में ध्यान चालू रखिए. നമ്മുടെ ധ്യാനം ഫസ്റ്റ് പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് में हमको मेडिटेट करना है. प्लीज स्टार्ट मेडिटेशन. ഫസ്റ്റ് പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും 6th പോയിന്റ് ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കൂ. ആജ്ഞാചക്രം നമ്മുടെ പുരികങ്ങളുടെ നടുവിലാണ്. അപ്പോൾ ആദ്യം ശുദ്ധീകരണമാണ്. पहले हम सफाई करेंगे. अपना अटेंशन 6th पॉइंट की तरफ लाइए. അപ്പോൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് സെൻറ്റർ, എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ. फर्स्ट पॉइंट में सेंटर में अर्थ पॉइंट है, अर्थ एलिमेंट है, वो सफाई हो रही है. सेकेंड पॉइंट 9 o'clock क्वेश्चन എർത്ത് എലിമെൻറ്റ് അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. सेकेंड पॉइंट में 9 o'clock क्वेश्चन में अर्थ एलिमेंट है, उधर सफाई हो रही है. തേർഡ് പോയിന്റ് ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്പർ പാർട്ട്, അവിടെ 6 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. थर्ड पॉइंट छाती के लेफ्ट साइड में अपर पार्ट में, उधर 6 o'clock पोर्शन में अर्थ एलिमेंट है, उधर सफाई हो रही है.
Fourth point, 3 o'clock question. Fourth point, right side of chest upper പാർട്ടിലാണ്. അവിടെ എർത്ത് എലിമെൻറ്റ് 3 o'clock question. അവിടെ ക്ലീനിങ് നടക്കുന്നത് അനുഭവിക്കൂ. തേർഡ് पॉइंट के अर्थ एलिमेंट 3 o'clock क्वेश्चन में फोर्थ पॉइंट के अर्थ एलिमेंट 3 o'clock क्वेश्चन में है, उधर सफाई हो रही है. ഇനി ഫിഫ്ത്ത് പോയിൻറ്റ് കഴുത്തിൻ്റെ ലോവർ പാർട്ടിലാണ്. അവിടെ 12 o'clock क्वेश्चनिലാണ് എർത്ത് എലിമെൻറ്റ്. फिफ्थ पॉइंट गर्दन के लोअर पार्ट में है, उधर 12 o'clock क्वेश्चन में अर्थ एलिमेंट है, उधर सफाई हो रही है. ഇപ്പോൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. തിരിച്ച് സെൻറ്ററിലേക്ക്, ഫസ്റ്റ് പോയിൻ്റ് സെൻറ്ററിലേക്ക് വരൂ. वापस फर्स्ट पॉइंट के सेंटर में आइए. अपनी श्रद्धा 6th पॉइंट की तरफ लाइए. നമ്മുടെ അറ്റൻഷൻ 6th പോയിൻറ്റിലേക്ക് ആണ് കൊണ്ടുവരേണ്ടത്. എർത്ത് എലിമെൻറ്റിൻ്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ള ക്ഷമ, സംതൃപ്തി, पेशेंस, ഇതെല്ലാം ഞാൻ അസിമുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ പൂർണ്ണമായിട്ടുള്ള വിനയത്തോടുകൂടി സർവചരാചരങ്ങളോടും ഉള്ള ആ ഉദാരത മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ध्यानिकू. अभी फर्स्ट पॉइंट में अर्थ एलिमेंट के सेंटर वो अर्थ एलिमेंट है. अर्थ एलिमेंट का जो क्वालिटीज़ है, पेशेंस, क्षमा, सहिष्णुता, कंटेनमेंट, ये सभी अब मैं हार्मनी में हो रहा हूँ और दुनिया की तरफ मेरे अंदर उदारता, जनरॉसिटी से भर रहा है और मास्टर की तरफ मेरा कृतज्ञता, मेरे अंदर डेवलप हो रहा है. മാസ്റ്ററോടുള്ള എൻ്റെ കൃതജ്ഞത വളരുകയാണ്, സമർപ്പണ ബോധം വളരുകയാണ്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ.
ഓക്കെ. മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ഇന്ന് ആർജിച്ചിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ മാസ്റ്ററുടെ സേവനത്തിനായി ഉപയോഗിക്കപ്പെടും എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കൂ. मास्टर की कृपा से जो क्वालिटीज़ मुझे आज मिला है वो मास्टर की सेवा में उपयुक्त होगा, ऐसे संकल्प लेते हुए धीमे से आँख खोलिए.